ഹലോ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ പെരുന്നാളാണ്, പാവറട്ടി പെരുന്നാൾ. അപ്പോൾ ഇന്ന് രാവിലെ ഒരു സമയം ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അമ്മ ഇവിടെ വീട്ടിൽ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി പരിപാടികളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അമ്പൊക്കെ വന്നു. അപ്പോൾ ഞാനാണ് എടുത്തത്. ഇത് ഞങ്ങളുടെ പേപ്പലും മേമ്മമാരൊക്കെയാണ്, പിന്നെ അവരുടെ ഉണ്ണികളൊക്കെയാണ്. അപ്പോൾ റീച്ചിൽ ഭയങ്കര പേടിയാണ്, പടക്കം പൊട്ടിടുന്നതൊക്കെയാണ് അവൾ പറയണത്. പിന്നെ ഐസ്ക്രീമും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഐസ്ക്രീം കഴിച്ചാൽ പല്ലിൻ്റെ ഇടയിലൊക്കെ കൊടുക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അവളെ ആശ്വസിപ്പിക്കുക, ഐസ്ക്രീം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഹലോ ഗൈസ്, ഇപ്പം നമ്മൾ എങ്ങോട്ട് വന്നേക്കണേ? എന്ത് കഴിക്കാനാ? ഇപ്പൊ സമയം ഉച്ച. അപ്പൊ ഞങ്ങൾ ഊട്ട് കഴിക്കാൻ വന്നിക്കാണ്. അയിലും ഹായ് പറ അവരുടെ അടുത്ത്. അപ്പോൾ ഞങ്ങളൊരു ഉച്ചയ്ക്കായപ്പോൾ പള്ളിയിലേക്ക് ഊട്ട് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യത്തെ ഊട്ടിന് ഏറ്റവും സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഒരു കറി എക്സ്ട്രീൻ്റെ. എനിക്ക് തോന്നുന്നത് അതെന്തൊരു നല്ലൊരു മധുരമുള്ള കറിയാണ്. പിന്നെ ഊട്ട് കഴിക്കാൻ പോകുന്ന വഴി നിങ്ങളൊരു പ്രാവശ്യം പോലും ഊട്ട് മിസ്സാക്കിയില്ല അങ്ങനെ ഒരു സംഭവം എഴുതിയിട്ട് നമ്മളെ സൈൻ ഇടുക. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവർ മറ്റേ കയറൊക്കെ ചാടി കിടക്കണ വീഡിയോ ആണ് കാണുന്നത്. എൻ്റെ പേര് നല്ലൊരു വലിപ്പത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്. ഒരു വട്ടം ആ അമ്മിൻ്റെ അടിയിൽ എൻ്റെ പേര് നന്നായി സൂം ചെയ്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം കഴിക്കാൻ നിൽക്കുകയാണ്. നല്ല ചൂടായിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് പോയ കാരണം ആ പുണ്യോളൊക്കെ ആയ കാരണം അപ്പോൾ അവർക്ക് ചൂടൊന്നും താങ്ങാനുണ്ടായിരുന്നില്ല. അപ്പോൾ ചൂടെടുത്തിട്ടാണ് ഉണ്ണോൾ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഐസ്ക്രീം കഴിച്ചു. ഞങ്ങൾ പാപ്പൻ മേടിച്ചതാണ്. നമ്മൾ എന്തിനപ്പോ വന്നേ പറ? വെരി ഗുഡ്. നല്ല ചൂടാണ്. ഞങ്ങളിപ്പോ സമയം ഉച്ചയ്ക്ക് 1:30 ആവാറായി. നല്ല ചൂടാണെങ്കിൽ ഈ പള്ളിയിലത്തെ മേലത്തെ ഒരു അലങ്ങല അത് ഭയങ്കര കാറ്റുണ്ടായിരുന്നു. എന്നാലും വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ലൊരു കൂളിങ്. പിന്നെ ഞങ്ങൾ വാനില ഐസ്ക്രീം കഴിച്ചു. പിന്നെ ഞങ്ങൾക്ക് പേപ്പർ ബേബിയും കടയത് ഞങ്ങൾക്ക് വേണ്ട സംഭവങ്ങളൊക്കെ മേടിച്ചു തന്നു. ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ കുറേ സംഭവങ്ങൾ മേടിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പള്ളിയിൽ കയറിയിരുന്നു. ഔസപിതാവിനെയൊക്കെ കണ്ടു പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങളുടെ പള്ളിയൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് കാണാം. പിന്നെ രാത്രിയായപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നത്. ഇതാണ് ജോഹാൻകുട്ടൻ. അവരെല്ലാവരും ബേബീസാണ്. അവൻ്റെ അമ്മേരെ അപ്പൻ്റെയും വയസ്സിന് താഴെയുള്ളവരൊക്കെ ബേബി. അപ്പം ഞങ്ങളെയൊക്കെ വിളിക്കുക ബേബി എന്നാ. ഭയങ്കര എനർജറ്റിക്കാണ്. അവരെല്ലാവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് കമ്പനി ആവുന്ന ഒരു കൂട്ടത്തിലാണ്. നമ്മളൊരു പുതിയ പള്ളിയൊക്കെ ആടോ. പിന്നെ കേരളത്തിലെ ഏറ്റവും നല്ല പള്ളി ഏതാ? പാവത്തി പള്ളി നല്ല അത്താടി പള്ളി. പിന്നെ അത്താടി പള്ളിയാണ് ഇഷ്ടം, പാവത്തി പള്ളിയാണ് ഇഷ്ടം. ഒരു പൊടിക്ക് മോസ്റ്റ് 100-ൽ 99 പാവത്തി, 100-ൽ അത്താടി. അതേപോലെ ഇടവകയാണ്. അത്താടിന്റെ ഇടവകയാണ് അവളുടെ. അപ്പോൾ ശരി, പിന്നെ കുറച്ച് രാത്രി ഇപ്പം ഞങ്ങളുടെ വഴിയിൽ കൂടെ ഒരു ഇങ്ങനെ ഓരോ ക്ലബ്ബ് പോലത്തെ സംഭവമില്ലേ, അതിൻ്റെ ഒരു വളരുന്നില്ല. സംഭവം കുറച്ച് ഇവരുടെ ഇഷ്ടത്തുള്ള ഒരു ചീട്ടുകളിയാണ്. എല്ലാവരും തോറ്റു. നിങ്ങളെല്ലാവരും തോറ്റു. ചേച്ചി
പിന്നെ ഞങ്ങളുടെ ഡാഡിക്കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവരാണെങ്കിൽ ജൊഹാൻകുട്ടനാണെങ്കിൽ അവൻ ജർമ്മനിയിൽ നിന്ന് വന്ന കാരണം ഇപ്പം അധികം ആൾക്കാരൊന്നും കാണാൻ അവൻ ഉണ്ണികളൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പം അവൻ്റെ പിന്നാലെ ബേബി ബേബി എന്ന് പറഞ്ഞ് വിളിച്ചു നടക്കായിരുന്നു. അവനാണെങ്കിൽ ആൾക്കാരെ കണ്ടിട്ട് മടുത്തിട്ടും പിന്നെ ഒരു കളിപ്പാട്ടത്തിന് വേണ്ടി രണ്ടാൾ കൂടിയിട്ട് അടിയായി അങ്ങോട്ട്. പിന്നെ ലാസ്റ്റ് എൻ്റെ ഒരു പണ്ടത്തെ ഒരു ടോയ് എടുത്ത് കൊടുത്ത് അവരെ ഒതുക്കി. അതുപോലെ പോടെ വരെ അവനത് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ അമ്മ ഇറങ്ങിയപ്പോൾ വേറെ ദിവസം കൊണ്ടാക്കാം ഞങ്ങള്. ഇവിടെ നിക്കാത്രേ ബേബി പൂവല്ലേ. പിന്നെ അവരെല്ലാവരും രാത്രി ഇറങ്ങാൻ നിൽക്കുകയാണ്. സമയം ഒരു 10 മണി 10:30 ആയിട്ടുണ്ട്. പിന്നെ അടുത്ത ആൾക്കാർ വന്നു. പിന്നെ അവർ ഫുഡ് കഴിച്ചിട്ട് പോയി. പിന്നെ ഞങ്ങൾ രാത്രി പള്ളിയിലേക്കൊന്നും പോയില്ല. പിന്നെ ഉച്ചയ്ക്കൊക്കെ പോയാലും പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ പള്ളിയിൽ പോയാലും പിന്നെ രാത്രി ഭയങ്കര തിരക്കൊന്നും ആയ കാരണം പോയില്ല. പിന്നെ വീട്ടിലൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി നല്ല നല്ല പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പെരുന്നാൾക്ക് വരിക, അടിച്ച് പൊളിക്കുക.